ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2 വർഷം കഴിഞ്ഞ് വീണ്ടും ഈ സ്ഥലസഭയിൽ കടന്നു വരുവാനും ഇവിടെയുള്ള ദൈവജനത്തോടുകൂടെ ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ, ഓർമ്മയുടെ ശുശ്രൂഷ അതിൽ പങ്കെടുക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന അസുലഭമായ നിമിഷത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷം കർത്താവിൻ്റെ വചനവുമായിട്ട് ദൈവജനത്തിന് മുൻപാകെ നിൽക്കുവാൻ വീണ്ടും ഒരവസരം കൂടി കർത്താവ് തന്നിരിക്കുന്നു. അതോർത്തും കർത്താവിനെ സ്തുതിക്കുകയും ഈ സഭയിലെ മൂപ്പന്മാരും ചുമതലപ്പെട്ട സഹോദരന്മാരോടുമുള്ള പ്രത്യേകമായ നന്ദി പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, ഓരോ ദിവസം തന്നെ പ്രാർത്ഥനയിൽ വഹിക്കുന്ന ബഹുമാന്യരായ ദൈവദാസന്മാർ ഈ സഭയിൽ സന്നിഹിതരാണ്. അവരുടെ ജീവിതവും സാക്ഷ്യത്തെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2022 മെയ് മാസം 8-ാം തീയതി ഞായറാഴ്ചയാണ് ഞാൻ ആദ്യമായിട്ട് ഈ സഭയിലേക്ക് ഒരു കർത്തൃദിവസത്തിൽ കടന്നു വരുന്നത്. അന്ന് ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത പിതാവ് അന്നിവിടെ സഭയിലുണ്ടായിരുന്നു, അങ്കിൾ യോഹന്നാൻ എബ്രഹാം. ഇന്ന് അദ്ദേഹം കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്നു. ആ വാക്യൂം ഞാനിവിടെ കടന്നു വന്നപ്പോൾ ഞാൻ അനുഭവിച്ചു. ഇങ്ങനെയുള്ള മഹനീയമായിട്ടുള്ള ദൈവദാസന്മാർ ഉള്ള ഒരു സഭയാണല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പ്രസ്താവിച്ചതുപോലെ ആഗോള വ്യാപകമായിട്ട് ശുശ്രൂഷിക്കുന്ന ഗിഡിയൻസ് എന്ന് പറയുന്ന ആ ശുശ്രൂഷയുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ വീണ്ടും ഈ സഭയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നന്ദിയുടെ ചില വാക്കുകൾ പ്രാരംഭത്തിൽ തന്നെ പറയട്ടെ. ഈ സഭ ആ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും സ്ക്രിപ്ചർ ഫണ്ടിലേക്ക് വളരെ ഔദാര്യമായിട്ട് സംഭാവന ഓരോ വർഷവും നൽകുകയും ചെയ്യുന്നു. പ്രത്യേകമായിട്ടുള്ള നന്ദി സഭയിലെ അറിയിക്കുകയാണ്. ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, കാരണം ഇവിടെ ഗിഡിയൻ ശുശ്രൂഷയെക്കുറിച്ച് വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ന്യൂ കാസിലിൽ പോയിട്ട് കൽക്കരി വിൽക്കുന്ന പോലെയാണ്. അത്രമാത്രം ഈ ശുശ്രൂഷയെക്കുറിച്ച് അറിവുള്ളവരും പക്വതയുള്ളവരും അതിൽ വളരെ അടുത്ത് ആക്റ്റീവ്ലി സഹകരിക്കുന്ന മാന്യ ദേവദാസന്മാരിവിടെ ഉള്ളത്. ഏവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പുതിയൊരു പ്രാവർത്തിക വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. നാം അറിയുന്നത് പോലെ ഈ ശുശ്രൂഷയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് നശിച്ചു പോകുന്ന ആത്മാക്കൾ രക്ഷയിലേക്ക് വരണം. അതിനുവേണ്ടി പ്രവർത്തിച്ചിരിക്കുന്ന അനുഗ്രഹീതമായൊരു ശുശ്രൂഷയാണ്. പലരും ഇതിനൊരു സംഘടന എന്ന് പറയും, എന്നാൽ ഇതൊരു സംഘടനയല്ല. ഇത് ഓരോ സ്ഥലസഭയുടെയും സുവിശേഷത്തിന് വേണ്ടി നീട്ടപ്പെട്ട ഒരു ഭുജമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ എക്സ്റ്റെൻഡഡ് ആം, എ മിഷണറി ആം ഓഫ് ദ ലോക്കൽ ചർച്ച്. സഭയിൽ നിന്നുള്ളവർ തന്നെ അവരുടെ ഔദ്യോഗിക ആത്മീയ യോഗ്യത അനുസരിച്ച് ഇതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ജോലിയോടുകൂടെ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സോടുകൂടെ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് വിരമിച്ചവർ അവർ സ്വല്പസമയം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു. ഈ ശുശ്രൂഷയുടെ ഡിഫൈൻ മെത്തേഡ്സ് 3 മെത്തേഡ്സാണുള്ളത്. ഒന്ന്, വി അസോസിയേറ്റ് ടുഗദർ ഫോർ സർവീസ്, നാം ഒരുമിച്ച് കൂടുന്നു, ശുശ്രൂഷയിലായിരിക്കുന്നു. രണ്ടാമത്തേത്, വി ബൈ അവർ പേഴ്സണൽ ടെസ്റ്റിമണി ആൻഡ് പേഴ്സണൽ വിറ്റ്നസിങ് വി ഷെയർ ക്രൈസ്റ്റ്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതവും സാക്ഷ്യത്തിൽ കൂടെ നമ്മൾ കർത്താവിനെ അറിയിക്കുന്നു. മൂന്നാമത്തേതാണ് നമ്മൾ കർത്താവിൻ്റെ വിലയേറിയ വചനം. അത് ഡെസിഗ്നേറ്റഡ് ട്രാഫിക് ലെയിൻസിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും സ്കൂളുകളിലും കോളേജുകളിലും ഹോസ്പിറ്റൽ, ഹോട്ടൽ, ജയിൽ എന്നീ പറയുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കർത്താവിന് വചനം കൊടുക്കുകയാണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ നാം അറിയുന്നത് പോലെ ഒരു വാഗ്ദത്തത്തിൽ ആശ്രയിച്ചാണ് നാം കർത്താവിൻ്റെ വചനം ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം എത്തിച്ചു കൊടുക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10-11 വാക്യങ്ങൾ, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അത് വൃഥാവായിട്ട് മടങ്ങി വരികയില്ല. മൈ വേർഡ് ദറ്റ് ഗോസ് ഔട്ട് ഓഫ് മൈ മൗത്ത് ഷാൽ നോട്ട് റിട്ടേൺ വോയിഡ്. ആ വാഗ്ദത്തത്തിൽ ആശ്രയിച്ചാണ് നാം ഈ പറയുന്ന സ്ഥലങ്ങളിൽ വളരെ ഡിസിപ്ലിൻ വേയിൽ കർത്താവിൻ്റെ വചനം എത്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, നമ്മുടെ സഭയിൽ നിന്ന് സ്ക്രിപ്ചർ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഓരോ നയാ പൈസ അത് കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രിൻറ്റിങ്, പബ്ലിഷിംഗ്, പ്ലേസ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് നാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ പാർട്ട്ണർഷിപ്പിൽ കർത്താവിൻ്റെ വചനം എല്ലാ കരങ്ങളിലും എല്ലാ സ്ഥലത്തും എത്തിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ആ ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കാം. കർത്താവ് നമ്മെ എവരെയും സഹായിക്കട്ടെ. ചില മാസങ്ങൾക്ക് മുമ്പ് തിരുവല്ലയിലുള്ള മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നപ്പോൾ
അന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് 3 പേര് അവിടേക്ക് വന്നിരുന്നു. ഒരു ആൻ്റണി വോഗൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരി കാത്രിൻ്റെ സഹോദരൻ റോബർട്ട്. അവർ കടന്നു വന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് ആ ക്യാമ്പസിലേക്ക് അവർ വരുന്നത്. റോബർട്ടിൻ്റെയും കാത്രിൻ്റെയും മാതാവും പിതാവും അവർ ഇന്ത്യയിലേക്ക് ഉള്ള ഓസ്ട്രേലിയൻ മിഷണറീസ് ആയിരുന്നു. ഏർലി 50s ഈ കാത്രിൻ്റെയും റോബർട്ടിൻ്റെയും മാതാവ് TMM നഴ്സിംഗ് സ്കൂളിൻ്റെ ഒരു ട്യൂട്ടറായിരുന്നു. അപ്പോൾ ഈ 2 കുഞ്ഞുങ്ങൾ ജനിച്ചത് ആ ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം ആ ഹോസ്പിറ്റലും അവരുടെ പേരൻസ് താമസിച്ച ക്വാർട്ടേഴ്സും മറ്റു കാര്യങ്ങളും കാണാൻ വേണ്ടിയാണ് അവർ കടന്നു വന്നത്. കാത്രിൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ആൻ്റണി വോഗൻ. അദ്ദേഹം ഒരു കാനഡിയൻ കമ്പനി ബ്രൂക്ക്ഫീൽഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, ചീഫ് എഞ്ചിനീയർ ആയിട്ട്. അവരുടെ പല പ്രോജക്ട്സ് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഫ്രീക്വൻ്റ്ലി ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പോൾ ഈ ട്രിപ്പിൽ തൻ്റെ ഭാര്യ സഹോദരിയും റോബർട്ടും ഭാര്യയുടെ സഹോദരൻ അവരും കൂടെ ചേർന്നു. അങ്ങനെയാണ് അവർ തിരുവല്ലയിലേക്ക് വന്നത്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൻ്റണി എന്നോട് ചോദിച്ചു, താങ്കൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സുവിശേഷ പ്രവർത്തനത്തിൽ ആയിരിക്കുന്നു, അല്പം ചെറിയൊരു ചുമതല എനിക്ക് ഗിഡിയൻസിലുമുണ്ട് എന്ന് പറഞ്ഞു. Oh, are you a Gideon? I came to the Lord by reading a testament placed by the Gideons. ഒരു ഗിഡിയൻ ന്യൂ ടെസ്റ്റ്മെന്റ് വായിച്ചിട്ടാണ് ഈ ആൻ്റണി അദ്ദേഹം കർത്താവിൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്ന് സാക്ഷ്യം ചുരുക്കവാക്യങ്ങളിൽ ഒന്ന് പങ്കുവെക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു വളരെ സ്റ്റോഞ്ച് ഒരു കാത്തലിക് കുടുംബത്തിലാണ് ജനിച്ച് വളർന്നത്. അവരുടെ ആ ചർച്ച് പഠിപ്പിച്ചതുപോലെ ബൈബിൾ എടുത്ത് വായിക്കാനോ അത് പഠിക്കാനായിട്ടുള്ള അനുവാദം അവർക്കില്ലായിരുന്നു. പുരോഹിതൻ, വൈദികൻ എന്ത് പറയുന്നു അത് കേൾക്കുക, അത്രമാത്രം. അങ്ങനെ ബൈബിൾ തൊടാതെ എന്നാൽ ആഗ്രഹം മനസ്സിലുണ്ടായിട്ട് ജീവിക്കുന്ന സമയത്താണ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഗിഡിയൻ ന്യൂ ടെസ്റ്റ്മെന്റ് അദ്ദേഹത്തിന് ലഭിച്ചത്. എന്നാൽ അതും വായിച്ചാൽ ഇനി ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വായിച്ചില്ല. പിന്നീട് വളർന്നു വന്നു, ലോകപരമായിട്ടുള്ള എല്ലാ മ്ലേച്ഛതകളിൽ അദ്ദേഹം പ്രവേശിച്ചു. ഒരു കമ്മ്യൂണിറ്റി ഗ്യാതറിങ്ങിൽ വെച്ചാണ് ഈ കാഥറിനെ കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായി, പ്രൊപ്പോസ് ചെയ്തു. അപ്പോൾ കാഥറിൻ പറഞ്ഞു, നോ, ഐ വിൽ മാരി ഓൺലി എ ക്രിസ്ത്യൻ. അപ്പോൾ ആൻ്റണി പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യനാണ്, എന്താ കുഴപ്പം? നോ. ഹാവ് യു റെഡ് ദ ബൈബിൾ? ഹാവ് യു അക്സെപ്റ്റഡ് ക്രൈസ്റ്റ് ആസ് യുവർ പേഴ്സണൽ സേവിയർ ആൻഡ് ലോർഡ്? കർത്താവിന് സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചൊരു വ്യക്തിയാണോ? കർത്താവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണോ? ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ആൻ്റണി അപ്പോഴാണ് ചിന്തിക്കാനായിട്ട് ആരംഭിച്ചത്. കാഥറിൻ പറഞ്ഞു, വീട്ടിൽ പോയിട്ട് ബൈബിൾ കിട്ടി, ബൈബിൾ എടുത്ത് വായിക്കുക, അതിനുശേഷം കർത്താവിന് സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചൊരു ദൈവ പൈതലാകുക, പിന്നീട് ചിന്തിക്കാമെന്ന് പറഞ്ഞു. എന്തോ ആയിക്കൊള്ളട്ടെ, ആൻ്റണി ആ ഒരു താല്പര്യത്തോടു കൂടി വീട്ടിൽ ചെന്നപ്പോൾ ഓർത്തു, സ്കൂളിൽ ഒരു ബൈബിൾ ലഭിച്ചിട്ടുണ്ട്, ആ ബൈബിൾ എടുത്ത് വായിക്കാനായിട്ട് ആരംഭിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ആ ബൈബിൾ വായിക്കാൻ ആരംഭിച്ചപ്പോൾ ഏകദേശം 10 ദിവസത്തിനുള്ളിൽ തന്നെ ദ ബൈബിൾ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു ഹിം. അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ്, കർത്താവിന് സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കാനുള്ള വലിയ സൗഭാഗ്യമുണ്ടായി. അതിനുശേഷമാണ് ഈ കാഥറിൻ എന്ന് പറയുന്ന ഈ മാന്യ ദൈവ പൈതലിനെ വിവാഹം കഴിച്ചതും ഇന്ന് ഇരുവരും ജോലിയോടുകൂടെ കർത്താവിനെ സേവിച്ച് പോരുകയാണ്. ഇങ്ങനെ എത്രയോ സാക്ഷ്യങ്ങൾ നമുക്കുണ്ട്. നമുക്കറിയാം, ഈ സാക്ഷ്യങ്ങളെല്ലാം ഗിഡിയൻസിൻ്റെ സാക്ഷ്യമല്ല, നമ്മുടെ സ്ഥലസഭകളുടെ സാക്ഷ്യമാണ്. നമ്മൾ സ്വല്പം സമയം, നമ്മുടെ റിസോഴ്സസ്, നമ്മുടെ ആരോഗ്യം നമ്മൾ അതിനുവേണ്ടി ചെലവഴിക്കുമ്പോൾ ഈ സാക്ഷ്യങ്ങൾ ഉളവാകുകയാണ്. തുടർന്നും ഈ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ വർഷം തന്നെ ഇന്ത്യയിൽ ഏകദേശം 1,34,00,000 ബൈബിൾസ് ആണ് വിതരണം ചെയ്യപ്പെട്ടത്. 1,34,00,000. അതിലെത്രയോ കോപ്പി ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയി കാണും. എന്നാൽ ഒരു ആത്മാവിൻ്റെ വില എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. നിത്യത മാത്രമേ വെളിപ്പെടുത്തുകയുള്ളൂ. ഈ ശുശ്രൂഷയിൽ കൂടെ എത്ര പേരാണ് കർത്താവിന് സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചത്. എനിക്ക് ഈ കാര്യം പറയുമ്പോൾ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത് പങ്കുവെച്ചതാണ്, ലോകത്തിലെ ഇത് ഏക പുസ്തകമാണ്. ഈ പുസ്തകം നാം തുറന്ന് വായിക്കുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് വായനക്കാരനോട് കൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ദിസ് ഈസ് ദി ഓൺലി ബുക്ക് in the whole world when we open and read or study or meditate, the author of this book is present with the reader. ദൈവത്തിന് സ്തോത്രം. ആ വിലയേറിയ പുസ്തകമാണ് നാം എല്ലാ കരങ്ങളിലും എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വർഷം, 125 വർഷം എന്ന് പറയുമ്പോൾ 5ാം തലമുറ അത്രയും വരയ്ക്കും ഈ മിനിസ്ട്രി
2 ലോക മഹായുദ്ധങ്ങൾ തരണം ചെയ്ത്, കോവിഡിൻ്റെ കാലം തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് വരുന്ന താമസമാണെങ്കിൽ ഇനി എത്രയോ പേര് ഇതിൽ കൂടെ കർത്താവിൻ്റെ ഭാഗത്തേക്ക് വരണം. കർത്താവ് സഹായിക്കട്ടെ. ലെറ്റ് us continue to saturate whole of the world with his mighty word. കാരണം നാം ആശ്രയിക്കുന്ന വാഗ്ദത്തം, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അത് വൃഥാവായിട്ട് മടങ്ങി വരികയില്ല. കർത്താവ് കൃപ നൽകട്ടെ. ഇന്നത്തെ സ്വല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം, 4 വേദഭാഗം, അതിൽ നിന്നാണ് സ്വല്പ ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ അനുഗ്രഹീതമായ ഒരു ആരാധന സമയം, കർത്താവിനെ ഓർക്കുവാനും കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിച്ചു. അതിനുശേഷം തിരുവചനത്തിന് മുൻപാകെയാണ് നാം ആയിരിക്കുന്നത്. വ്യക്തിപരമായിട്ടും സഭയുടെ മുൻപാകെ വചനമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കുന്നൊരു വാക്യമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66 അധ്യായത്തിലെ 2 വാക്യത്തിലെ അവസാന ഭാഗം. Isaiah chapter 66, the latter part of verse 2. അവിടെ മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത്, എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. I will look unto the one who trembles at my word. അതിനെക്കുറിച്ച് ഒരു ദേവദാസൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: He who trembles before his word will not tremble before the world. തൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവൻ ഒരിക്കലും ഈ ലോകത്തിന് മുൻപാകെ വിറയ്ക്കുകയില്ല. അതുകൊണ്ട് ദൈവവചനത്തിന് മുൻപാകെ നാം ആയിരിക്കുമ്പോൾ ഭക്തിയോടുകൂടെ, ഭയത്തോടുകൂടെ തന്നെ, റെവറൻഷ്യൽ ഫിയർ, ഡെഡ്ലി ഫിയർ അല്ല, റെവറൻഷ്യൽ ഫിയർ, ആ ഭയത്തോടുകൂടെ ദൈവവചനത്തിന് മുൻപാകെ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് 4 വേദഭാഗങ്ങളിൽ നിന്നാണ് ചെറിയൊരു ചിന്ത ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പുതിയ നിയമത്തിൽ വൈദ്യനായ ലൂക്കോസ് 2 വളരെ മഹത്തായ പുസ്തകങ്ങളാണ് രചിച്ചിട്ടുള്ളത്. ഒന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം, ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ലൂക്ക്. രണ്ടാമത്തേത് ചരിത്ര പുസ്തകമായ, പുതിയ നിയമത്തിലെ ചരിത്ര പുസ്തകമായ അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്ന പുസ്തകം. ഈ 2 പുസ്തകങ്ങളുടെ നാരറ്റീവ് സ്റ്റൈൽ, ഇവിടെ വേദവചനം വളരെ നല്ല വേദപണ്ഡിതന്മാർ തന്നെ ഈ സഭയിലുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലം കാര്യങ്ങളൊന്നും വിവരിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. 2 പുസ്തകങ്ങളുടെ നാരറ്റീവ് സ്റ്റൈൽ, അതിനൊരു പ്രത്യേകതയുണ്ട്. വൈദ്യനായ ലൂക്കോസ് വളരെ മനോഹരമായിട്ടാണ് കാര്യങ്ങൾ വിവരിക്കുന്നത്. അതേസമയം കാര്യമാത്രം പ്രസക്തമാണ്. അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉല്ലേഖനം ചെയ്യും, അതെല്ലാം അവിടെ വിവരിച്ച് പറയും. എന്നാൽ ആവശ്യമില്ലാത്ത ഒരു ഫില്ലറും 2 പുസ്തകത്തിൽ നാം കാണുന്നില്ല. അതൊരു പ്രത്യേകത തന്നെയാണ്. അതുമാത്രമല്ല, വേറൊരു പ്രത്യേകത ഞാൻ കണ്ടത്, അദ്ദേഹത്തിൻ്റെ ഈ 2 പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ തന്നെക്കുറിച്ച് കൂടുതലൊന്നും താൻ വിവരിച്ച് പറയുന്നില്ല. ലൂക്കോസിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ കൂടെയാണ്. വൈദ്യനായ ലൂക്കോസിനെ കുറിച്ച് ധാരാളം പുസ്തകങ്ങളില്ല, എന്നാൽ വളരെ ആധികാരികമായിട്ടുള്ള നല്ലൊരു പുസ്തകമുണ്ട്. അത് ചിലർ വായിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. സർ വില്യം റാംസെ എഴുതിയ ലൂക്ക് ദ ഫിസിഷ്യൻ എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ ലൂക്കോസിനെ കുറിച്ചും തൻ്റെ ശുശ്രൂഷകളെക്കുറിച്ചും മിഷണറി യാത്രയിലുള്ള തൻ്റെ പങ്കിനെക്കുറിച്ചും എല്ലാം വളരെ വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട്. സർ വില്യം റാംസയുടെ മറ്റൊരു മനോഹര പുസ്തകമാണ് സെയിൻറ്റ് പോൾ ദ ട്രാവലർ ആൻഡ് ദ റോമൻ സിറ്റിസൺ. അതും അപ്പോസ്തലനായ പൗലോസിൻ്റെ മിഷണറി യാത്രകളെക്കുറിച്ച് വിവരിച്ചു പറയുന്ന ഒരു പുസ്തകമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവൃത്തി പുസ്തകത്തിലും പല ഭാഗങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ താൻ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുവാനായിട്ട് ആരംഭിക്കുമ്പോൾ അവിടെ ഒരു പൊതു പ്രയോഗം ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം എ സർട്ടൻ എന്ന്, മലയാളത്തിൽ നമ്മൾ അതിന് ഒരു എന്നാണ് അതിനെ തർജ്ജമ ചെയ്തിരിക്കുന്നത്. എ സർട്ടൻ പ്രീസ്റ്റ്, എ സർട്ടൻ സിറ്റി, എ സർട്ടൻ മാൻ എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പല ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ലൂക്കോസ് 1:5 നമ്മൾ കാണുന്നത് എ സർട്ടൻ പ്രീസ്റ്റ്, ഒരു പുരോഹിതൻ. 5-ാം അധ്യായത്തിലെ 12-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പട്ടണത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുകയാണ് എ സർട്ടൻ സിറ്റി.
10-ാം അധ്യായത്തിലെ 33-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ നല്ല ശമരിയക്കാരൻ അവനെക്കുറിച്ച് വിവരിച്ച് പറയുന്ന സമയത്ത് എ സർട്ടൻ സാമറിറ്റൻ, ഒരു ശമരിയക്കാരൻ എന്നവിടെ പറയുന്നുണ്ട്. 15-ാം അധ്യായത്തിലെ 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ, എ സർട്ടൻ മാൻ എന്ന് പറഞ്ഞിട്ടാണ് തുടർന്നുള്ള കാര്യങ്ങൾ അവിടെ വിവരിച്ച് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ ചില സ്ഥലങ്ങളിൽ അങ്ങനെ എ സർട്ടൻ പേഴ്സൺ എന്ന് പറഞ്ഞ് അവരുടെ പേരും പ്രതിപാദിച്ചിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ഒന്ന്, സക്കറിയാസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പേരവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 10-ാം അധ്യായം 38-ാം വാക്യം വായിക്കുമ്പോൾ മാർത്ത എന്ന പേരും അവിടെ ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. 16-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ലാസറസിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവിടെയും ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ തന്നെ അതിനോടുകൂടെ ചേർന്ന് ഒരു പേരും അവിടെ പറയുന്നുണ്ട്. എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ അത്യാവശ്യമല്ലാത്ത കാര്യം വരുമ്പോൾ ആ പട്ടണം അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടാണ് ആ നരേറ്റീവിൽ മുൻപോട്ട് പോകുന്നത്. ഇതേ ഒരു രീതി തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നാം വരുമ്പോഴും അവിടെ കാണുന്നത്. ഞാൻ എണ്ണി നോക്കിയപ്പോൾ ചില കോൺഫിഡൻസിൻ്റെ സഹായത്തോടു കൂടി നോക്കിയപ്പോൾ ഏകദേശം 15 സ്ഥലങ്ങളിലാണ് ഈ ഒരു പദപ്രയോഗം കാണുന്നത്. അപ്പോൾ ഈ ലഭിച്ച സമയത്തിനുള്ളിൽ ആ 15 സന്ദർഭങ്ങളെ ചേർത്ത് ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. അല്ല, 15 പോകുന്നില്ല. ഞാൻ അതിൽ 4 മാത്രം തിരഞ്ഞെടുത്ത് പങ്കുവയ്ക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആ 4 വ്യക്തിവിശേഷങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ആത്മീയ പാഠങ്ങൾ വലിയ പാഠങ്ങളാണ്. അത് ഈ സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ പങ്കുവയ്ക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 9-ാം അധ്യായത്തിലേക്ക് വരാം. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അധ്യായമാണ്. 9-ാം അധ്യായത്തിലെ 10-ാം വാക്യം, അവിടെയാണ് ആദ്യത്തെ ആ വ്യക്തിവിശേഷത്തെക്കുറിച്ച് നാം കാണുന്നത്. അതിന് മുൻപായിട്ട് ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വസ്തുതയാണ്, ലൂക്കോസിൻ്റെ 2 പുസ്തകങ്ങളും 2 ജനനത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് വിവരിച്ചു പറയുന്ന പുസ്തകങ്ങളാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനനം, അത് വളരെ വിശദമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് ഓർത്തിരിക്കാൻ തക്കവണ്ണം താൻ വിവരിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നാം വരുമ്പോൾ അത് വേറൊരു ജനനത്തെ വിവരിക്കുന്ന ഒരു പുസ്തകമാണ്. ഏതിൻ്റെ ജനനം? സഭയുടെ ജനനം. His gospel speaks about the birth of Jesus Christ, vividly describes, and the historical book of Acts that describes the birth of the church. അപ്പോൾ ഈ 2 ജനനം വിവരിച്ചു പറയുന്ന അനുഗ്രഹീതനായ ഒരു ലേഖകൻ കൂടിയാണ് വൈദ്യനായ ലൂക്കോസ്. 9-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, എന്നാൽ അനന്യാസ് എന്ന ഒരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. ഞാൻ ഈ 4 ക്യാരക്ടേഴ്സിനെ തിരഞ്ഞെടുത്തത് അവരെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് എ ഡിസൈപ്പിൾ, എ സർട്ടൺ ഡിസൈപ്പിൾ കോൾഡ് അനനായാസ്. ക്യാരക്ടർ സ്റ്റഡി നാം എല്ലാവരും ചെയ്യുന്നതാണ്, ധ്യാനത്തോടുകൂടി പഠിക്കുന്നതാണ്. ഓരോ വ്യക്തിവിശേഷവും അതിൽ കൂടെ കർത്താവ് നമുക്ക് ധാരാളം ആത്മീയ പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നു. വളരെ പ്രാധാന്യം അർഹിക്കുന്ന, വളരെ കർത്താവിന് വേണ്ടി അധ്വാനിച്ചതും കർത്താവ് ഉപയോഗിച്ച വ്യക്തികളെക്കുറിച്ച് നമ്മൾ ധാരാളം കേൾക്കാറുണ്ട്. അതേസമയം വേദപുസ്തകത്തിൽ ലിറ്റിൽ നോൺ ക്യാരക്ടേഴ്സ്, വളരെ ചെറിയ വ്യക്തിവിശേഷങ്ങൾ ധാരാളം പേരുണ്ട്. അവരെക്കുറിച്ച് കൂടുതൽ പരാമർശിച്ചത് നാം കാണുന്നില്ല. ചില ഭാഗങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ അവരിൽ കൂടെയും കർത്താവ് പ്രവർത്തിച്ചു. ലിറ്റിൽ നോൺ ക്യാരക്ടേഴ്സ് അങ്ങനെ പലരുമുണ്ട്. ആ ക്യാരക്ടർ സ്റ്റഡി നമ്മൾ നടത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവരുടെ ജീവിതത്തിൽ കൂടെയും കർത്താവ് വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നിർവഹിച്ചു. അതിൻ്റെ പ്രധാന കാരണം ഞാൻ പഠിച്ചത്, എ ലിറ്റിൽ നോൺ ക്യാരക്ടർ ഹു ഈസ് കോൺഷ്യസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഹി ഈസ് സർവിങ് എ ഗ്രേറ്റ് ഗോഡ്, ഹി ക്യാൻ ഡു വണ്ടേഴ്സ്. താൻ ഒരു വലിയവനായ ദൈവത്തെയാണ് സേവിക്കുന്നത്, ആ ദൈവത്തിൻ്റെ ശുശ്രൂഷയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ബോധ്യം തനിക്കുണ്ടെങ്കിൽ ദൈവം ആ വ്യക്തിയിൽ കൂടെ ധാരാളം വൻ കാര്യങ്ങൾ സാധിപ്പിക്കും. അതിന് യാതൊരു സംശയമില്ല. എന്നെ സംബന്ധിച്ചും വളരെ ഓർഡിനറി ഓഫ് ഓർഡിനറീസ്, എന്നാൽ കർത്താവ് തൻ്റെ മഹൽക്കർമ്മയെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ചെറിയ പങ്ക് വഹിക്കുവാൻ
എന്നെയും ഉപയോഗിക്കുന്നു. ആ അയോഗ്യനായ എന്നെയും കർത്താവ് തിരഞ്ഞെടുത്തല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഈ ലിറ്റിൽ നോൺ ക്യാരക്ടേഴ്സിനെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇവിടെയും അനന്യാസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുകയാണ്, എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസെ എന്ന് വിളിച്ചു. കർത്താവെ, അടിയനിതാ എന്നവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ആ വാക്കുകൾ ശ്രദ്ധിക്കുക. കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ ശിഷ്യനായ അനന്യാസിനോടാണ് പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് അവനോടൊരു കൽപ്പന നൽകുകയാണ്. ഇനി ശ്രദ്ധിക്കുക, ആ കൽപ്പന കേട്ട് കഴിഞ്ഞപ്പോൾ അനന്യാസിൻ്റെ റെസ്പോൺസ് എങ്ങനെയാ പ്രതികരിക്കുന്നത്? അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അതിന് അനന്യാസ്, കർത്താവെ, ആ മനുഷ്യൻ, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ, ആ മനുഷ്യൻ, ദാറ്റ് മാൻ, കർത്താവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഡോണ്ട് യു നോ? കർത്താവിന് അറിഞ്ഞുകൂടായോ ആ മനുഷ്യൻ എന്താ ചെയ്യുന്നെന്നുള്ളത്? യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തുവെന്നും പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഐ ഹാവ് ഹേർഡ്. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാര പത്രം ഉണ്ട് എന്നുത്തരം പറഞ്ഞു. കർത്താവ് ഒരു കൽപ്പന നൽകുന്ന സമയത്ത് വിശ്വാസികളായ നമ്മൾ, ശിഷ്യന്മാരായ നമ്മൾ, നമുക്കറിയാം രക്ഷാ സൗജന്യമാണെങ്കിലും ശിഷ്യത്വം എന്ന് പറയുന്നത് വലിയ വില കൊടുക്കുന്നതാണ്. ആ വില കൊടുത്ത ഒരു ശിഷ്യൻ കർത്താവിനോട് മറുതലിച്ച് ചോദിക്കുകയാണ്, പറയുകയാണ്, കർത്താവ്, നിനക്കറിയത്തില്ലയോ അവൻ ആരാണെന്നുള്ളത്? അവനെ കുറിച്ച് ഞാൻ ഇങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. ദാറ്റ് മാൻ, ആ സംബോധനം, ആ മനുഷ്യൻ. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ഭാഗം ഓർമ്മയിലേക്ക് വന്നു. അത് നാം കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. 5 മുതൽ ഞാൻ വായിക്കാം. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നുവെന്ന് അറിഞ്ഞ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അതിന് ഉത്തരം ഏതൊക്കെ ഉണ്ട്? ഉണ്ടോ, ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. അത്രേ ഉള്ളൂ. 2 ഉത്തരം, ഐദർ യെസ് ഓർ നോ. മാരിറ്റൽ സ്റ്റാറ്റസ് എന്താ? മാരിഡ് ഓർ അൺമാരിഡ്. അല്ലാതെ മാരിഡ് ബാച്ചിലർ എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസ് ഉണ്ടോ? ഇല്ല. ഇന്ന് പല വ്യാഖ്യാനങ്ങൾ അതിലുണ്ട്, അതിലേക്ക് നമുക്ക് പ്രവേശിക്കുന്നില്ല. എന്നാൽ ഇവിടെ ചോദ്യം വളരെ സരളമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ ജനിച്ചു വളർന്നത് ഒഡീഷയിലാണ്. ഒഡിയ ഭാഷയിൽ 47 അക്ഷരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഞാൻ ചിന്തിക്കുന്നത് ഒഡിയയിലാണ് ഇപ്പോഴും. ഞാൻ മലയാളി ആണെങ്കിലും ഞാൻ ആ ഒരു സംസ്കാരത്തിലും ആ ഭാഷയിലും ആ ഒരു കസ്റ്റം കൾച്ചർ എല്ലാം അതിൽ വളർന്നതുകൊണ്ട് 34 വർഷം അവിടെ ആയിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് ഒഡിയയിലാണ്. ഇപ്പം ഞാൻ മലയാളത്തിൽ സംസാരിക്കുമ്പോഴും ഞാൻ ഒഡിയയിൽ ചിന്തിച്ചിട്ടാണ് ഞാൻ മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കും. ഞാൻ പറഞ്ഞത് ഒഡിയയിൽ കാര്യങ്ങൾ വളരെ സ്ട്രെയിറ്റ് ആണ്. പിന്നെ പൊതുവെ ഒഡിയ ആൾക്കാരും വളരെ നല്ല ആൾക്കാരാണ്. വളരെ സ്ട്രെയിറ്റ് ആണ്. ഒന്നിൽ ഉവ്വ് അല്ലെങ്കിൽ ഇല്ല ഇല്ല, അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അവൻ്റെ ഉത്തരം ഒന്ന് കേൾക്കുക. യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ ആ കാര്യം ഒന്നും കർത്താവ് ചോദിച്ചില്ല. അവൻ എത്ര വർഷമായിട്ട് അവിടെ കിടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചും കർത്താവിന് നല്ല അറിവുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞ് ആണ് അവനോട് ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. ഞങ്ങൾ ഒഡീഷയിലുള്ള സമയത്ത് ഒരു പ്രാവശ്യം മാത്രം
ഞങ്ങൾ താമസിച്ച ടൗൺഷിപ്പിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു കമ്മ്യൂണൽ റൈറ്റ് ഹിന്ദുസും ക്രിസ്ത്യൻസ് തമ്മിലുണ്ടായി. അപ്പോൾ സമയത്ത് ഞങ്ങളുടെ സഭയിൽ വന്ന ഒരു വ്യക്തി, അദ്ദേഹം ആ മോബ് ഹൂലിഗൻസ് എല്ലാം ഇങ്ങനെ ഓടി വരുന്ന സമയത്ത് ഇദ്ദേഹം അടുത്തുള്ളൊരു കടയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവർ ക്രിസ്ത്യൻ ഷോപ്സിനെയും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എല്ലാം ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് വരുന്ന ഒരു സ്ഥിതിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ പെട്ടെന്ന് അവർ ചോദിച്ചു, നീ ഒരു ക്രിസ്ത്യാനിയല്ലേ? ഞാൻ പറഞ്ഞു, ഓ അങ്ങനെയൊന്നും അല്ല. അതൊരു ഡിപ്ലോമാറ്റിക് ആൻസറാണ്. ഞാൻ പറഞ്ഞത്, പലപ്പോഴും കർത്താവ് വളരെ നേരിട്ട് ചില കാര്യങ്ങൾ നമ്മോട് കൽപ്പിക്കുമ്പോൾ, നമ്മളോട് പറയുമ്പോൾ ഒരു ഡിപ്ലോമാറ്റിക് അപ്രോച്ചിലാണ് നാമും കർത്താവിന് മറുപടി, നമ്മുടെ പ്രതികരണം വരുന്നത്. വി ആർ സോ റിയാക്റ്റീവ്. ഒരു സമയത്ത് ഞാനും അങ്ങനെ ആയിരുന്നു. എന്നാൽ ഒരു ദിവസം തിരുവചനം പഠിക്കുമ്പോഴും എൻ്റെ ആത്മീയ പിതാവുമായിട്ട് ഞങ്ങൾ സംഭാഷിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഡോണ്ട് ബി റിയാക്റ്റീവ്, ബി പ്രോആക്റ്റീവ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അന്നാണ് ആദ്യമായിട്ട് ഞാൻ ആ പദപ്രയോഗം കേൾക്കുന്നത്. അതിനുശേഷം പ്രതികരിക്കുകയല്ല, യുക്തമായിട്ട് തന്നെ, ഏത് പരിസ്ഥിതിയാണെങ്കിലും യുക്തമായിട്ട് തന്നെ അതിനെ നേരിടുവാനായിട്ട് കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് സാധിപ്പിച്ചു തരുന്നു. ദൈവമക്കൾ, ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ദൈവമക്കളെ സംബന്ധിച്ച് ഡിപ്ലോമസി നമ്മുടെ സാക്ഷ്യത്തിന് ചേർന്നതല്ല. രണ്ടാമത്തേത് ഹിപ്പോക്രസി, കപടം എന്ന് പറയുന്നത് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയമേ അല്ല. മൂന്നാമത്തേതാണ് അതിനേക്കാട്ടിലും ഡേഞ്ചറസ്, സൈക്കോഫാൻസി, വ്യക്തിപൂജ എന്ന് പറയുന്നത്. എബ്രായ ലേഖനം 13 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മെ നടത്തിയവരെ നാം ഓർക്കണം എന്നവിടെ ലേഖനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത വാക്യത്തിൽ കർത്താവ് പറയുന്നത് എന്താണ്? യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അറിയാതെ തന്നെ ചിലരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഡെമിഗോഡ് സ്റ്റാറ്റസ് കൊടുക്കും. അറിയാതെ വ്യക്തി വിഗ്രഹമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അവരെ പ്രതിഷ്ഠിക്കും. അതാണ് സൈക്കോഫാൻസി. അറിയാതെ തന്നെ. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. അവരുടെ സാക്ഷ്യവും അവരുടെ ജീവിതവും അതെല്ലാം കണ്ടത് പിന്തുടർന്ന് നമ്മളായിരിക്കണം. എന്നാൽ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ മാറ്റമില്ലാത്ത ആ വ്യക്തിത്വം മാത്രം, അവൻ മാത്രമാണ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അനന്യാസിനോട് കർത്താവ് കൽപ്പിച്ചത് അവിടെ പോവുക, ആ വ്യക്തിക്കൊരു ദർശനം ലഭിച്ചിട്ടുണ്ട്, ആ ശുശ്രൂഷ നിർവഹിക്കുക. അതിനാണ് ഇത്രയും എക്സ്പ്ലനേഷൻ അനന്യാസ് നൽകിയത്. എന്നാൽ കർത്താവ് വീണ്ടും അനന്യാസിനോട് എങ്ങനെയാണ് ഇടപെടുന്നത് നോക്കുക. 15-ാം വാക്യം. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം ആകുന്നു. ഹി ഈസ് എ ചോസൺ വെസൽ. എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നുവെന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇനി ശ്രദ്ധിക്കുക, അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര. അവിടെ സംബോധനം ചെയ്യുന്നത് എന്താണ്? സഹോദര എന്ന്. ആദ്യം കർത്താവിനോട് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞത് ആ മനുഷ്യൻ. എന്നാൽ ഇവിടെ ആ ഭവനത്തിൽ ചെന്ന് ശൗലിനെ കണ്ടപ്പോൾ അവിടെ പറയുകയാണ്, ശൗലേ, സഹോദര. ദാറ്റ് മസ്റ്റ് ബി മ്യൂസിക് ടു സോൾസ് ഇയേഴ്സ്. തൻ്റെ കാതിൽ അതൊരു മധുരമായ ഒരു സംഗീതം പോലെ ആയിരിക്കും തീർച്ചയായിട്ടും. ദൈവമക്കളെ, നമ്മൾ തമ്മിൽ കാണുമ്പോൾ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സംബോധനം ചെയ്യുന്നത്? നമ്മുടെ ചിലപ്പോൾ ഒരു പരിചയം കാണത്തില്ല. ഞങ്ങൾ ഇന്നിവിടെ വന്നപ്പോഴും ഞങ്ങൾ ആദ്യമാണ് ഇവിടെ എത്തിയത്. ആ സമയത്തിന് ഗേറ്റ് ഓപ്പൺ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറി. അതിനുശേഷം സഹോദരന്മാർ വന്നു, അവർ ഗ്രീറ്റ് ചെയ്തു, സന്തോഷം പങ്കുവെച്ചു. ആ സമയത്ത് നമ്മൾ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്ന് അഭിസംബോധനം ചെയ്യുമ്പോൾ അതിന് യഥാർത്ഥ അർത്ഥത്തിലാണോ നമ്മൾ സംബോധനം ചെയ്യുന്നത്? തമ്മിൽ കാണുമ്പോൾ ആ ഒരു സന്തോഷമാണ് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു പൊങ്ങി തുളുമ്പി വരുന്നത്. ഞാൻ എപ്പോഴും ഓർക്കുന്നതും ആ ഒരു സ്നേഹബന്ധത്തിൽ തന്നെയാണ് സഹോദരന്മാരെ കാണുന്നതും. കാരണം നമ്മുടെ മധ്യത്തിലുള്ള ബന്ധം അതൊരു ഭൗമിക ബന്ധമല്ല, സ്വർഗീയ ബന്ധമാണ്. ദൈവത്തിന് സ്തോത്രം. നിത്യതയോളം നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ്. ചിലപ്പോൾ ഇന്നായിരിക്കും നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്.
That is just the beginning. But then we have a relationship in Christ that is going to last for all the time in eternity. ഞാൻ 2 വർഷം മുമ്പ് വന്ന് കണ്ട് പരിചയപ്പെട്ട സഹോദരന്മാരെ ഒരു പരിധി വരെയ്ക്ക് എല്ലാവരെയും എനിക്ക് ഓർമ്മയുണ്ട്. അവരുടെ പേരും എനിക്ക് ഓർമ്മയുണ്ട്. സബ്കോൺഷ്യസ്ലി ആണ്, അതിനുവേണ്ടി ഞാനൊരു എഫേർട്ട് എടുക്കുന്നില്ല. വി ആർ ഗോയിങ് ടു സ്പെൻഡ് അവർ ഇറ്റേണിറ്റി ടുഗദർ. ആ ഒരു അനുഗ്രഹീതമായ ബന്ധത്തിലേക്കാണ് കർത്താവ് നമ്മെ നയിച്ചിരിക്കുന്നത്. ഭൗമിക ബന്ധങ്ങളെല്ലാം ഈ ഭൂമിയിൽ തന്നെ അവസാനിക്കും. എന്നാൽ ക്രിസ്തുയേശുവിലുള്ള ബന്ധം അത് നിത്യതയോളം നീണ്ടു നിൽക്കുന്ന ബന്ധമാണ്. അനന്യാസ് അവിടെ കടന്നു ചെന്നപ്പോൾ അവിടെ ശൗലിനോട് സംബോധനം ചെയ്തത്, ശൗലേ സഹോദര. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ പിന്നീട് അപ്പോസ്തലനായ പൗലോസ് എത്ര ജീവിതങ്ങളെയാണ് സ്പർശിച്ചത്, എത്ര മിഷണറി യാത്രകളാണ് നടത്തിയത്, എത്ര വലിയ ശുശ്രൂഷയാണ് നമ്മുടെ മുൻപിൽ കാഴ്ചവെച്ചത്, കർത്താവിന് വേണ്ടി എന്തുമാത്രം അധ്വാനിച്ചു, തൻ്റെ ജീവൻ തന്നെ നൽകി കൊടുത്തു. എന്നാൽ ആ ജീവനെ സ്പർശിക്കുവാൻ വേണ്ടി കർത്താവ് ഒരു അനന്യാസിനെ ഒരുക്കി. അതെന്നെ പഠിപ്പിച്ച വലിയൊരു പാഠമാണ്. ഞാൻ വലിയൊരു ശുശ്രൂഷകനല്ല, പക്ഷേ എൻ്റെ ജീവിതത്തിലും ഓരോ ദിവസവും കർത്താവ് ചിലരെ എൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ ചില സമൂഹ മധ്യത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നു. ആ ജീവിതങ്ങളെ സ്പർശിപ്പാൻ വേണ്ടിയാണ് കർത്താവ് ആ സന്ദർഭത്തിൽ എന്നെ ആക്കുന്നത്. ഞാൻ കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് ആ ജീവിതങ്ങളെ സ്പർശിക്കുന്നുണ്ടോ? എൻ്റെ ജീവിത കാലയളവിൽ ഒരു വ്യക്തിയെ സ്പർശിക്കുവാൻ, ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ, ഒരു മാസത്തിൽ ഒരു ജീവിതത്തെ സ്പർശിക്കുവാനായിട്ട്, കർത്താവിൻ്റെ സുവാർത്ത, നല്ല സുവിശേഷം കൊടുക്കുവാനായിട്ട്, സഹോദര എന്ന് അഭിസംബോധനം ചെയ്ത് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാനായിട്ട് എത്രമാത്രം ഞാൻ യത്നവാനായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ തന്നെ നോക്കുക. ഇവിടെ നാം കാണുന്നത് അനന്യാസ് എന്ന ഒരു ശിഷ്യൻ, എ സർട്ടൻ ഡിസൈപ്പിൾ കോൾഡ് അനനായസ്. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈകൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. കർത്താവ് വരുന്ന നാളുകളിൽ അങ്ങനെ ചിലരെ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ചില സമൂഹ മധ്യത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ, മാർക്കറ്റ് പ്ലേസ് ഇവാഞ്ചലിസത്തിൽ നാം ആയിരിക്കുന്ന സമയത്ത് ചില ജീവിതങ്ങളെ സ്പർശിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതേ അധ്യായത്തിൽ തന്നെ വേറെ ഒരു വ്യക്തിവിശേഷത്തെക്കുറിച്ചും നാം കാണുന്നുണ്ട്. 9-ാം അധ്യായത്തിലെ 36-ാം വാക്യം. വളരെ സുപരിചിതയായ ഒരു വനിതയാണ്, ഒരു സഹോദരിയാണ്, ഒരു ശിഷ്യയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, യോപ്പായിൽ പെടമാൻ എന്നർത്ഥമുള്ള തബീഥ എന്ന പേരുള്ളൊരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. അത്രമാത്രമേ വായിക്കുന്നുള്ളൂ. അവിടെയും തബീഥയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത്, യൊപ്പായിൽ പേടമാൻ എന്ന അർത്ഥമുള്ള തബീഥ എന്ന പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. എ സർട്ടൻ ഡിസൈപ്പിൾ കോൾഡ് തബീഥ. എ സർട്ടൻ ഡിസൈപ്പിൾ കോൾഡ് തബീഥ. അതിനോട് കൂടെ ചേർന്ന് പറയുകയാണ്, അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവൾ ആയിരുന്നു. സഹോദരിമാരോട് ആണ് ചോദിക്കുന്നത്. ഒരു സഹോദരനെ കുറിച്ച് നമ്മൾ കണ്ടു. ഇവിടെ ഈ സഹോദരിയെ കുറിച്ച് പറയുമ്പോഴും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം എ സർട്ടൻ ഡിസൈപ്പിൾ. ആ സഹോദരിയും കർത്താവിൻ്റെ ഒരു ശിഷ്യ ആയിരുന്നു. മൂല്യം കൊടുത്ത് കർത്താവിൻ്റെ പാദം പിൻപറ്റിയായിരിക്കുന്ന ഒരു സഹോദരി. ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്നെ ആകർഷിച്ച വിഷയം ഞാനൊന്ന് പറയട്ടെ. അവരെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുകയാണ്, വളരെ സൽപ്രവൃത്തികളും, ഷി വാസ് ഫുൾ ഓഫ് ഗുഡ് വർക്ക്സ്, ധർമ്മങ്ങളും ചെയ്ത് പോകുന്നവളായിരുന്നു. ഞങ്ങളുടെ സഭയിലൊരു ഡോക്ടറുണ്ട്. അവർ ഗൈനക്കോളജിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. വളരെ നിശബ്ദയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണ്. കത്തോലിക പശ്ചാത്തലത്തിലാണ് വിശ്വാസത്തിലേക്ക് വന്നത്. ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ തന്നെ നിശബ്ദമായിട്ട് താൻ ചില ശുശ്രൂഷകൾ ചെയ്യുന്നു. അത് ചുരുക്കം പേർക്ക് അറിയത്തുള്ളൂ. ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്
എനിക്ക് അല്പം കൂടി വ്യക്തമായിട്ട് ആ ശുശ്രൂഷയെക്കുറിച്ച് അറിയാവുന്നത്. തനിക്ക് കർത്താവ് ധാരാളം ക്വാളിറ്റീസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു അത്ലറ്റ് ആയിരുന്നു. ഇപ്പോഴും മാസ്റ്റേഴ്സ് അത്ലറ്റ് പ്രോഗ്രാമിലെല്ലാം പങ്കെടുക്കുന്ന ഒരു മാന്യ സഹോദരിയാണ്. കരവിരുത് ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് എംബ്രോയിഡറി ചെയ്യും, ക്രോഷേ, സ്റ്റിച്ചിങ്, കുക്കിംഗ്, അതുപോലെ തന്നെ ഗാർഡനിങ്, ഈ പല കാര്യങ്ങൾ താൻ എപ്പോഴും ഏർപ്പെടും. വർഷങ്ങളായിട്ട് തന്നെ താൻ പ്രിപ്പയർ ചെയ്യുന്ന, സ്റ്റിച്ച് ചെയ്യുന്ന പല ഡ്രസ് മെറ്റീരിയലും സാരീസും ഞങ്ങൾ ഓപ്ഷനിൽ വെക്കും. അതിൽ നിന്ന് കിട്ടുന്ന കംപ്ലീറ്റ് എമൗണ്ട്, അത് വലിയ എമൗണ്ടാണ്, അത് നോർത്ത് ഇന്ത്യയിലുള്ള സൺഡേ സ്കൂൾ മിനിസ്ട്രിക്ക് വേണ്ടിയാണ് ഒരു നല്ല പങ്ക്, മോർ ദാൻ 90% അതിനുവേണ്ടിയാണ് കൊടുക്കുന്നത്. അതാർക്കും അറിയത്തില്ല. ശാന്തമായിട്ട് ചെയ്യുന്നൊരു ശുശ്രൂഷയാണ്. ഞാൻ പറഞ്ഞത്, ഷീ ഈസ് ഫുൾ ഓഫ് ഗുഡ് വർക്ക്സ്. സകല വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവൾ ആയിരുന്നു. സഹോദരിമാർക്ക് എത്രയോ വലിയൊരു പങ്കുണ്ട്. നമ്മുടെ ശുശ്രൂഷകളിൽ തന്നെ നിശബ്ദമായിട്ട് പ്രവർത്തിക്കുവാൻ, അവർക്ക് സഹോദരിമാരുടെ മധ്യത്തിലായിരിക്കുമ്പോൾ വചന ശുശ്രൂഷയും പ്രബോധനവും നൽകുവാനായിട്ടുള്ള സാവകാശമുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബമായിട്ട് അവർ ചെയ്യുന്ന ശുശ്രൂഷ, എന്തുമാത്രം ശുശ്രൂഷ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സഹോദരി അങ്ങനെ സാക്ഷ്യമുള്ള ഒരു സഹോദരിയായിരുന്നു. അക്കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചു. ആ കാര്യമാണ് അവിടെ വിവരിച്ച് പറയുന്നത്. എന്നാൽ വീണ്ടും കർത്താവ് തനിക്ക് ഉയർത്തെഴുന്നേൽപ്പിച്ചു. കർത്താവ് വീണ്ടും ജീവൻ കൊടുത്തു. കാരണം അവരുടെ ശുശ്രൂഷ തികഞ്ഞിരുന്നില്ല, ഇനിയും ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ വീണ്ടും സ്വന്തം ജീവൻ ലഭിച്ചപ്പോൾ മരണം വരയ്ക്കും ആ ശുശ്രൂഷയിൽ തന്നെ തുടർന്ന് പോയി. വേർപെട്ട ദൈവജനത്തിന് മധ്യയുള്ള സഹോദരിമാർക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. ഞാനിതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ, ഒന്ന്, ഹർ ഇൻവേർഡ് ലവ് ഹാഡ് ദി ഔട്ട്വേർഡ് എക്സ്പ്രഷൻ. കർത്താവിനോടുള്ള സ്നേഹം, ഉള്ളിലുള്ള സ്നേഹം, അതിൻ്റെ ബാഹ്യ പ്രകടനം എന്ന നിലയിൽ സകല സൽപ്രവൃത്തിയിലും ധർമ്മകാര്യങ്ങളിലും അവൾ വ്യാപൃതയായിരുന്നു. രണ്ടാമത്തേത്, ഷീ യൂസ്ഡ് ഹർ ഫിംഗേഴ്സ് ആൻഡ് ഹർ ഫണ്ട്സ് ഫോർ ദ കമ്മ്യൂണിറ്റി. വെറും സ്വന്തം ജനത്തിനു വേണ്ടി മാത്രമല്ല, സമൂഹത്തിന് വേണ്ടി തന്നെ തൻ്റെ കരവിരുതുകളും തനിക്കുള്ള സമ്പാദ്യങ്ങളും അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. എത്രയോ നല്ലൊരു സാക്ഷ്യമാണ്. തബിഥ എന്ന പേരുള്ളൊരു ശിഷ്യ. ഇനി പെട്ടെന്ന് നമുക്ക് മൂന്നാമത്തെ വ്യക്തിയിലേക്ക് പോകാം. അത് നാം കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അതും വളരെ സുപരിചിതനായ ഒരു യുവ ശിഷ്യൻ. 16-ാം അധ്യായത്തിലെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, അവൻ ദർബയിലും ലുസ്ത്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ളൊരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോഥിയോസ് എന്ന പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. എ സർട്ടൻ ഡിസൈപ്പിൾ കോൾഡ് തിമോത്തി. അവിടെയും ആ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത് എ സർട്ടൻ ഡിസൈപ്പിൾ, ഒരു യൗവനക്കാരനായ ഒരു ശിഷ്യൻ. അവൻ്റെ അപ്പൻ യവനനായിരുന്നു. അവൻ ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവൻ ആയിരുന്നു. എന്തോ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ യുവ സഹോദരനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുകയാണ്, അവൻ ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവൻ ആയിരുന്നു. നമ്മുടെ സഭയിലെ യുവ സഹോദരി സഹോദരന്മാരെ കുറിച്ച് സഭകളിലും, നമ്മുടെ സഭ മാത്രമല്ല, നമ്മുടെ സഭ തീർച്ചയായിട്ടും അവരെ കുറിച്ച് നല്ലതേ പറയത്തുള്ളൂ, എന്നാൽ സഭകളിലും സമൂഹത്തിലും അവരെക്കുറിച്ചുള്ള സാക്ഷ്യം എങ്ങനെയാണ്? നമുക്കറിയാം, വക്രതയും കോട്ടവും നിറഞ്ഞ ഒരു തലമുറയുടെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതിൻ്റെ മധ്യത്തിൽ അനിന്ദ്യരും പരമാർത്ഥികളുമായി കർത്താവിനെ മാത്രം സ്നേഹിച്ചും മാനിച്ചും സേവിച്ചും ആയിരിക്കണം. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് യൗവനക്കാര് നല്ല സാക്ഷ്യത്തോടുകൂടി നിലനിൽക്കണം. അതാണ് നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും. കർത്താവ് വാഞ്ചിക്കുന്നതും അതാണ്. ഇവിടെ നാം വായിക്കുന്നത് സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവൻ ആയിരുന്നു. തിമോഥിയോസിനെ കുറിച്ച് വേറെ ഭാഗങ്ങൾ നാം കാണുന്നുണ്ട്. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് തന്നെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോഥിയോസ്. വിശ്വാസത്തിൽ നിജപുത്രനായ
തിമോത്തിയോസ്. അവർ തമ്മിലുള്ള ആത്മീയ ബന്ധം എങ്ങനെയാണ്? 1 തിമോത്തിയോസ് 1:2, 2 തിമോത്തിയോസ് 1:5 കൂടി നമുക്കൊന്ന് നോക്കാം. 2 തിമോത്തിയോസ് അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. 2 Timothy chapter 1 verse 5. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോയിസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലുമുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. തന്നെ ആ വിധത്തിലാണ് തൻ്റെ മാതാവും വല്യമ്മച്ചിയും വളർത്തിയത്. 16-ാം അധ്യായത്തിൽ പ്രാരംഭ വാക്യത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, അവൻ്റെ അപ്പൻ യവനനായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ സാക്ഷി ഞാൻ സ്വല്പമായിട്ട് പങ്കുവെച്ചിട്ടുണ്ട്. എന്നെയും എൻ്റെ അനുജനെയും ആത്മീകമായിട്ട് വളർത്തിയത് എൻ്റെ മാതാവാണ്. ഇന്ന് കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്നു. ഒരു നമ്പൂതിരി ഇല്ലത്തെ ഒരു അന്തർജനമായിരുന്നു. എന്നാൽ വിവാഹത്തോട് ബന്ധത്തിലാണ് ഈ ക്രിസ്തീയ ബന്ധത്തിലേക്ക് വന്നത്. നാമധേയ ക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് മാതാവ് വിവാഹം കഴിച്ചത്. എന്നാൽ വിവാഹം കഴിച്ച ആദ്യ ദിവസം തന്നെ ഒരു തീരുമാനമെടുത്തു, ഇന്നു മുതൽ എൻ്റെ ഭർത്താവിൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം. അത്രയേ ഉള്ളൂ. അതിന് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കർത്താവുമായിട്ടുള്ളൊരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് മാതാവ് വന്നത്. എന്നാൽ അന്ന് മുതൽ തന്നെ, ഞാൻ 68-ലാണ് ജനിക്കുന്നത്, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ ഞാൻ ഓർത്തിരിക്കുന്നത്, എന്നും വൈകിട്ട് ഒരു ബെഡ് ടൈം സ്റ്റോറി, ഒരു ബൈബിൾ സ്റ്റോറി എന്നെ കേൾപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ എന്നെ ഉറക്കിയിട്ടുള്ളൂ. പിന്നീട് എത്രയോ വർഷം കഴിഞ്ഞിട്ട് 1984-ലാണ് ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുന്നത്. അതിന് 2 വർഷം കഴിഞ്ഞിട്ടാണ് മാതാവ് കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുന്നത്. എന്നാൽ അന്നത്തെ ആ സരള വിശ്വാസം, താൻ എടുത്തൊരു തീരുമാനം, അതിൽ തന്നെ 2 മക്കളെയും വളർത്തി. അപ്പോൾ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തുക, ആ കാര്യത്തിൽ പിതാവിനും മാതാവിനും തുല്യ ദായിത്വമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ മാതാവിന് ചെലുത്താനുള്ള സ്വാധീനം എത്രയോ കൂടുതലാണ്. ഇവിടെ തിമോത്തിയോസിൻ്റെ ജീവിതത്തിൽ ആ നല്ല സാക്ഷ്യത്തോട് നിൽക്കുന്ന ഈ യൗവനക്കാരനെ കുറിച്ച് പറയുമ്പോൾ അവിടെ നാം കാണുന്നത് തൻ്റെ മാതാവും വല്യമ്മച്ചിയും എത്രമാത്രം ദേ വർ ഇൻഫ്ലുവൻഷ്യൽ. വീണ്ടും ഒരു വാക്യം കൂടി നമുക്ക് നോക്കാം. 2 തിമോത്തിയോസ് 3:15. 2 തിമോത്തിയോസ് 3:15. അവിടെ നമ്മൾ വായിക്കുന്നത്, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. ഒരു ഭാഗം കൂടി ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെയും പൗലോസ് ഈ മകനെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം കേൾക്കുക. ഫിലിപ്പിയർ 2-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യ ചിത്തനായി എനിക്ക് മറ്റാരുമില്ല. പൗലോസ് പറയുകയാണ്, തുല്യ ചിത്തനായി, ഞാൻ ചിന്തിക്കുന്നത് പോലെ, എൻ്റെ ചിന്താമണ്ഡലത്തിലുള്ള പോലെ ചിന്തിക്കുന്ന വിധത്തിൽ ചിന്തിക്കാൻ ഇവനല്ലാതെ മറ്റാരുമില്ല. യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. എന്തോ ഒരു നല്ല സാക്ഷ്യമാണ് പൗലോസും തിമോത്തിയോസും തമ്മിലുള്ള ആ ബന്ധം. ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മുടെ സഭകളുടെ വളർച്ചയുടെ പിന്നിലുള്ള ഒരു രഹസ്യമെന്ന് പറയുന്നത്, എൻ്റെ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയും, we have a perfect blend of young and old. We have elders who are spiritually youthful. We have youngsters who are spiritually mature. ആത്മീയ പക്വതയുള്ള യൗവനക്കാരും ആത്മീയ ചുറുചുറുപ്പുള്ള മൂപ്പന്മാരും ജ്യേഷ്ഠ സഹോദരന്മാരും പിതാക്കന്മാരും, അങ്ങനെയുള്ളൊരു പെർഫെക്റ്റ് ബ്ലെൻഡ് നമ്മുടെ സഭകളിൽ ഉണ്ടെങ്കിൽ, that assembly will definitely gallop. It will accelerate and it will grow further. പത്തനംതിട്ട സഭയിൽ അങ്ങനെ ഒരു ബ്ലെൻഡ് ഞങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്നു. ഞങ്ങളുടെ കഴിവും മിടുക്കൊന്നുമല്ല, കർത്താവിൻ്റെ കൃപ മാത്രം. അതുണ്ടെങ്കിൽ എല്ലാ വിധത്തിലും സഭ വളർന്നു വരും. ഇവിടെ നാം വായിക്കുന്നത് യൗവനക്കാരനായ തിമോത്തിയോസ്. അവനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുകയാണ് 16-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ, എന്ന് പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. തിമോത്തിയോസ് എന്ന പേരുള്ള ഒരു ശിഷ്യൻ.
നമ്മുടെ സഭയിലെ യൗവനക്കാർ ഈ സാക്ഷ്യമുള്ളവരായിട്ട് തീരുവാൻ കർത്താവ് പ്രസാദിക്കട്ടെ. തൻ്റെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ സ്വാൻ സോങ്, തൻ്റെ അവസാനത്തെ ലേഖനം കൂടി എഴുതിയത് തിമോത്തിയോസിനാണ്. ഏത് സ്ഥിതിയിലാണ് താൻ അത് എഴുതിയത്? ആ ഡഞ്ചൻ, ആ കാരാഗൃഹത്തിൽ അവസാന നാളുകൾ കഴിച്ച സ്ഥലം നേരിട്ട് പോയി കണ്ടാൽ മാത്രമേ നമുക്കതിൻ്റെ തീവ്രത മനസ്സിലാകുകയുള്ളൂ. പ്രത്യേകിച്ചും 2 തിമോത്തിയോസിൻ്റെ അവസാന അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ കണ്ണ് നിറയും. ശീതകാലത്തിന് മുമ്പ് വരിക, കം ബിഫോർ വിന്റർ, എല്ലാവരും എന്നെ വിട്ടുപോയി എന്ന വാക്കുകൾ. He wrote his swan song to his son of faith. അവസാനമായിട്ട് ഒരു ക്യാരക്ടർ കൂടി അത് നാം കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 21 അധ്യായം അതിൻ്റെ 16 വാക്യം. കൈസരിയയിലെ ശിഷ്യന്മാരിൽ ചിലരും ഞങ്ങളോട് കൂടെ പോകുന്നു. കുപ്രോസ്കാരനായ നാശോൻ എന്ന ഒരു പഴയ ശിഷ്യനോട് കൂടെ അതിഥികളായി പാർക്കേണ്ടതിന് ഞങ്ങളെ അവൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ട് പോയി. ഇവിടെയും ഒരു ശിഷ്യനെ കുറിച്ചാണ് നാം കാണുന്നത്. എന്നാൽ ആ ശിഷ്യനെ കുറിച്ച് പറയുമ്പോൾ ഒരു വിശേഷണ പദ ചേർത്തിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കുപ്രോസ്കാരനായ നാശോൻ എന്ന ഒരു പഴയ ശിഷ്യനോട് കൂടെ അതിഥികളായി പാർക്കേണ്ടതിന് ഞങ്ങളെ അവൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ട് പോയി. ഒരു പഴയ ശിഷ്യൻ. വേദപണ്ഡിതന്മാർക്ക് പല അഭിപ്രായമുണ്ട്. പഴയ ശിഷ്യൻ എന്ന് പറയുമ്പോൾ അത് പ്രായത്തിലാണോ പക്വതയിലാണോ എന്തുമായിക്കൊള്ളട്ടെ, അത് നമ്മുടെ വിഷയമല്ല. എന്നാൽ ഹി വാസ് എ ഡിസൈപ്പിൾ ഫോർ എ ലോങ് ടൈം. ഒരു പഴയ ശിഷ്യൻ. ആ ശിഷ്യൻ ചെയ്തത് ഒരു ചെറിയ കാര്യമാണ്. അവരെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഞങ്ങളെ അവൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങളെ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ കൂട്ടത്തിൽ വൈദ്യനായ ലൂക്കോസും ഉണ്ട്. തൻ്റെ ഭവനം ഈ ഐറ്റിനറന്റ് പ്രീച്ചേഴ്സിന് വേണ്ടി, ഈ മിഷണറിമാർക്ക് വേണ്ടി അത് തുറന്നു കൊടുത്തു. അവർ ഹോംസ്, ഓപ്പൺ ഹോംസ്, നമ്മുടെ ഭവനങ്ങൾ അങ്ങനെ മിഷണറിമാർ, ദൈവദാസന്മാർ, ശുശ്രൂഷകർ കടന്നു വരുമ്പോൾ അവർക്ക് അല്പസമയം വിശ്രമിപ്പാനായിട്ടുള്ള ഭവനങ്ങളാണോ? വേർപെട്ട ദൈവജനം ആ കാര്യത്തിൽ അതിഥി മര്യാദ, ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുക, കരുതുക എന്ന കാര്യത്തിൽ എപ്പോഴും മുൻപന്തിയിലാണ്. ആ സ്നേഹ സൗഹാർദ്ദത്തിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. ദൈവത്തിന് സ്തോത്രം പറയാൻ മാത്രമേ വകയുള്ളൂ. പ്രശസ്തിയും പേരുമുള്ള പലരെയും അവരെയും കരുതുവാൻ, അവരെ കെയർ ചെയ്യുവാനായിട്ട് ചിലപ്പോൾ പല ഭവനങ്ങൾ കാണും. എന്നാൽ യാതൊരു പരിചയവുമില്ലാത്ത ഒരു സാധാരണ ഒരു സുവിശേഷകൻ, ഒരു മിഷണറി, സ്ട്രേഞ്ചറായിട്ടുള്ളൊരു വ്യക്തി ആദ്യമായിട്ടാണ് കാണുന്നത്. ആ വ്യക്തിയെ ഒരു രാ പാർക്കാൻ വേണ്ടി സ്വന്തം ഭവനത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുക, അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഒരുക്കി കൊടുക്കുക. ഈ കാര്യത്തിൽ എന്തുമാത്രം ശ്രദ്ധാലുവായിട്ടാണ് നാം പ്രവർത്തിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ നാശോന് താൻ തീർച്ചയായിട്ടും നല്ലൊരു തുടക്കമായിരിക്കും. പഴയ ശിഷ്യൻ എന്ന് പറയുമ്പോൾ നാളുകൾ കഴിഞ്ഞിട്ടും ആ ശിഷ്യത്വത്തിൽ താൻ കർത്താവുമായിട്ടുള്ള അടുത്ത ബന്ധം പുലർത്തിയാണ് ആയിരിക്കുന്നത്. വചനത്തിൽ നാം വായിക്കുമ്പോൾ ചിലരുടെ തുടക്കം വളരെ നല്ലതാണ്, എന്നാൽ അവരുടെ അവസാനമോ വളരെ വിഷമകരമായിട്ടുള്ളത്. ചിലരുടെ ആരംഭം വളരെ തെറ്റായ രീതിയിൽ, വളരെ നികൃഷ്ടമായ രീതിയിലായിരുന്നു, എന്നാൽ അവരുടെ അവസാനമോ അനുഗ്രഹീതമായ രീതിയിൽ. ചിലരുടെ തുടക്കവും അവരുടെ അവസാനവും, ഉദാഹരണം പറയാനായിട്ട് സമയമില്ല, ദാനിയേലിന്റെ തുടക്കം എത്രയോ നല്ല തുടക്കമാണ്, അവസാനവും അത്രയും നല്ല തുടക്കം. He started very well, he ended very well, he finished very well. നമ്മളിൽ കർത്താവ് ആരംഭിച്ചിരിക്കുന്ന നല്ല പ്രവൃത്തി അത് കർത്താവ് നല്ല രീതിയിൽ പൂർത്തീകരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കാൻ എന്തുമാത്രം ശ്രദ്ധാലുവാണ് നമ്മൾ. There is no retirement in God's ministry. ദൈവിക ശുശ്രൂഷയിൽ നാം ആയിരിക്കുമ്പോൾ അവിടെ ഒരു റിട്ടയർമെന്റ് നമുക്കില്ല. ഡോക്ടർ ഡേവിഡ് സർമായ എന്ന് പറയുന്ന ദേവദാസൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എവ്രി ചൈൽഡ് ഓഫ് ഗോഡ് ഇസ് ഇമോർട്ടൽ ടിൽ ഗോഡ് ഇസ് ഡൺ വിത്ത് ഹിം. ഓരോ ദൈവ പൈതലും അമർത്യനാണ് ദൈവം
അവൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കുന്ന നാൾ വരയ്ക്കും. നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി കേൾക്കുകയായിരുന്നല്ലോ. ദീർഘ 94 വർഷം, അതിൽ നല്ലൊരു പങ്ക് നോർത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഗ്വാളിയോറിൽ ചെറുപ്രായത്തിൽ തന്നെ അവിടെ കടന്നുപോയി അധ്വാനിച്ച് ബഹുമാന്യനായ ഫിലിപ്പ് എബ്രഹാം ദേവദാസ്. എന്തോ ഒരു സാക്ഷ്യമാണ്. അദ്ദേഹത്തോടുകൂടെ ചെലവഴിച്ച സമയങ്ങൾ തന്നെ അനുഗ്രഹീതമായ നിമിഷങ്ങളാണ്. ഞാൻ കല്ലിശ്ശേരിയിലുള്ള സമയത്ത് മിക്കവാറും എല്ലാ മാസവും അദ്ദേഹമായിട്ട് സമയം ചെലവഴിക്കുകയായിരുന്നു. എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള എല്ലാവരും അങ്ങനെ ചെറുപ്പക്കാരാണ്. ഇപ്പോഴുള്ള ഏറ്റവും ചെറുപ്പക്കാരന് മൈലപ്രായിലുള്ള 93 വയസ്സുള്ള കെ ഫിലിപ്പ് സാറ്, കൊട്ടാരക്കരയിലുള്ള 93 വയസ്സുള്ള എ തോമസ് സാറ്, അവരൊക്കെയാണ് എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ളത്. ദൈവത്തിന് സ്തോത്രം. അവരുടെ അനുഗ്രഹീതമായ ജീവൻ. പഴയ ശിഷ്യന്മാരാണ്. 4 ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ കണ്ടു. അനന്യാസ് എന്ന ഒരു ശിഷ്യൻ, തബീഥ എന്നൊരു ശിഷ്യ, തിമോത്തിയോസ് എന്ന യൗവനക്കാരനായ ഒരു ശിഷ്യൻ, നാശോൻ എന്ന ഒരു പഴയ ശിഷ്യൻ. ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യ സഹോദരി സഹോദരന്മാര്, ദേവദാസന്മാര്, ഈ 4 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നിൽ നാം ഉൾപ്പെടും. അനന്യാസ്, അല്ലെങ്കിൽ തബീഥ, അല്ലെങ്കിൽ തിമോത്തിയോസ്, അല്ലെങ്കിൽ നാശോ. ഒരു കാര്യം നമ്മൾ ഓർക്കുക, അതൊരു പ്രാർത്ഥനയാണ്. അതും കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. സങ്കീർത്തനം 71:18 വാക്യം. സങ്കീർത്തനം 71, Psalm 71 verse 18. അതൊരു പ്രാർത്ഥനയാണ്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിൻ്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിൻ്റെ വീര്യപ്രവൃത്തിയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുത്. ഞാൻ ഒന്നുകൂടി വായിക്കാം. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിൻ്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിൻ്റെ വീര്യപ്രവൃത്തിയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുത്. ഓ, എത്രയോ അനുഗ്രഹീതമായൊരു പ്രാർത്ഥനയാണ്. വരുവാനുള്ള തലമുറയോട് നിൻ്റെ ഭുജത്തെക്കുറിച്ചും നിൻ്റെ വീര്യപ്രവൃത്തികളെക്കുറിച്ചും അറിയിക്കുവോളും എന്നെ ഉപേക്ഷിക്കരുത്. ഞാൻ പറഞ്ഞ മാന്യ പിതാക്കന്മാര്, അവർ ഭവനത്തിൽ വിശ്രമിക്കുകയാണ്. ഓടി നടന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കാൻ ഇപ്പോൾ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴുമുള്ള പ്രാർത്ഥന ഇത് മാത്രമാണ്. കുറച്ചുകൂടി അവസരമുണ്ട്. ആ അവസരത്തിൽ ഏതെങ്കിലും വിധത്തിൽ മറ്റ് ഭാഷകളിൽ എൻ്റെ പുസ്തകങ്ങൾ അത് ലഭ്യമാകണം. അവർക്ക് സുവിശേഷം എത്തിച്ചു കൊടുക്കാൻ എന്നാൽ ഇനി എന്ത് ചെയ്യാനായിട്ട് കഴിയും? കുറഞ്ഞപക്ഷം പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ പ്രാർത്ഥന നമ്മുടെ അധരങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നമ്മുടെ ആയുസ് ദീർഘിപ്പിച്ച് തന്നിരിക്കുന്നു. ഇന്നത്തെ ഈ മനോഹര ദിവസം കാണുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ സേവയിൽ, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ തന്നെ നമുക്ക് വർദ്ധിച്ചു വരാം. ഒരു അനന്യാസ് എന്ന നിലയിൽ, ഒരു തബീഥ എന്ന നിലയിൽ, ഒരു തിമോത്തിയോസ് എന്ന നിലയിൽ, നാശോൻ എന്നൊരു പഴയ ശിഷ്യൻ എന്ന നിലയിൽ, കർത്താവിൻ്റെ ശിഷ്യൻ എന്ന നിലയിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ആ നിയോഗം, അതിലാശ്രയിച്ച് കർത്താവിൻ്റെ സാക്ഷികളായിട്ട് നമുക്ക് കർത്താവിനെ മാത്രം സേവിച്ചു മാനിച്ചുമായിരിക്കാം. കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. വീണ്ടും വചനവുമായിട്ട് ദൈവജനത്തിന് മുൻപ് നിൽക്കുവാൻ കർത്താവ് തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഭയോടുമുള്ള പ്രത്യേകമായ നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.